അമേരിക്കയിലെ ടെക്സസിലുള്ള പോർട്ട് ആർത്തറിലെ വലേറോ റിഫൈനറിയിൽ ശക്തമായ സ്ഫോടനവും തുടർന്ന് വൻ തീപിടുത്തവും ഉണ്ടായി. സ്ഫോടനത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ഉയരത്തിൽ കറുത്ത പുക ഉയരുന്നതിൻ്റെയും തീ ആളിപ്പടരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റിഫൈനറിയിലെ ഒരു ഇൻഡസ്ട്രിയൽ ഹീറ്ററിലുണ്ടായ തകരാറാണ് സ്ഫോടനത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് കമ്പനി അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്ന് സമീപവാസികളോട് വീടിനുള്ളിൽ തന്നെ കഴിയാൻ അധികൃതർ നിർദ്ദേശം നൽകി. ജനാലകളും വാതിലുകളും അടച്ചിടണമെന്നും നിർദ്ദേശമുണ്ട്. പുകയും തീയും പടരുന്ന സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിലെ പ്രധാന ഹൈവേകളായ സ്റ്റേറ്റ് ഹൈവേ 82, 87 എന്നിവ താൽക്കാലികമായി അടച്ചു. വായു മലിനീകരണം പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നാണ് വലേറോ. പ്രതിദിനം 4,35,000 ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ഇവിടെ ശേഷിയുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രദേശത്തെ സ്ഥിതിഗതികൾ അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്.